ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ 2 ദിവസം മുന്നേ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു വചനമായിരുന്നു. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എന്ന്. അതിൻ്റെ കൊട്ടേഷൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴോ വായിച്ചിട്ടുള്ള അവൻ്റെ ഒരു വചനമാണ്, എന്നെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ഒരു ബൈബിൾ വചനമായിരുന്നു അത്. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. ഈ ഒരു വചനം എൻ്റെ മനസ്സിൽ മറന്നു കിടന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം ഇറങ്ങി നമ്മൾ കുർബാനയ്ക്കൊക്കെ കുർബാനയ്ക്ക് പോയി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഈശോയെ സ്വീകരിച്ചിട്ടൊക്കെയാണ് ഞാൻ ബസ്സിൽ കയറാനായിട്ട് ഒരു ബസ്സിൽ കണ്ടപ്പോൾ കൈ നീട്ടി. അപ്പോൾ ഈ ബസ്സുകാരൻ എനിക്ക് വണ്ടി നിർത്തി തന്നു. ഞാൻ ഈ ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഈ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ പിടിച്ചൊന്ന് ബാലൻസ് ആവണേക്ക് മുമ്പാണ് ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ അതിൽ വേച്ച് പോകാനായിട്ട് ഇങ്ങനെ പുറകോട്ട് വേക്കുന്ന പോലെ വേച്ച് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് നന്നായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബസ്സിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഫ്രണ്ടിൽ പിന്നെ ഞാൻ അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താണ് ഇങ്ങനെ വണ്ടി എടുക്കുന്നത്, ചേട്ടൻ അറിഞ്ഞൂടെ മനുഷ്യർ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഈ ദിവസങ്ങളിൽ നമുക്കറിയാം കുറേ ബസ്സുകളിൽ എല്ലാവർക്കും കയറുമ്പോൾ ഉള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ ബസ്സിൽ കയറി ഒന്ന് ബാലൻസ് ആവണേക്ക് മുമ്പ് തന്നെ അവർ വണ്ടി എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇതും പറഞ്ഞിട്ട് ഞാൻ നല്ലതായിട്ട് ചേട്ടനോട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഇപ്പം ഞാൻ വണ്ടി നിർത്തി തന്നായോ കുറ്റം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഇങ്ങനെ വണ്ടി ചുമ്മാതെ അല്ലല്ലോ പോകുന്നത്, ഞാൻ പൈസയൊക്കെ തരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ലതായിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ എനിക്ക് ഈ വഴക്കിന് ശേഷം ഞാൻ അങ്ങനെ വലിയ അഭിമാനത്തോടെ ഇരിക്കുന്നത്, എൻ്റെ മനസ്സിൽ നല്ലൊരു അഭിമാനമാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പ്രതികരിച്ചല്ലോ. കാരണം എനിക്ക് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായല്ലോ എന്നുള്ള ഒരു അഭിമാനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. അപ്പം ഞാൻ ഇങ്ങനെ ആ ഒരു ദൈവവചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഒരു ഇതിലായി ഞാൻ. അപ്പോൾ ഇത് തെറ്റാണ്, നമ്മളൊരു അങ്ങനെയല്ലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആദ്യം എനിക്കത് തെറ്റായിട്ട് തോന്നില്ല, കാരണം ഞാൻ എൻ്റെ ദേഷ്യമാണ് പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നെ ഓർമ്മപ്പെടുത്തുവാണ്, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, അതായത് എനിക്ക് കുറച്ചും കൂടി സൗമ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ദൈവത്തെ, അതായത് പള്ളിയിൽ പോയിട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പി ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ എൻ്റെ വളരെ എളിമപ്പെട്ട് വിനയപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മനുഷ്യരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ എൻ്റെ സംസാരം വളരെ റഫായി ഭയങ്കര ഇതിലാണ് ഞാൻ സംസാരിച്ചത് എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു മനസ്സലിവായി. അപ്പോൾ ആ ഒരു കഠിനതയൊക്കെ പോയിട്ട് ഒരു മനസ്സലിവായി. അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോകാൻ നേരത്തെ ചേട്ടാ എന്ന് വിളിച്ചു. പക്ഷേ ചേട്ടൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞാൻ ചേട്ടനെ തോട്ടി വിളിച്ചു, ചേട്ടാ എന്ന് വിളിച്ചു. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു, കൈ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷേ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എനിക്ക് ആ ഒരു വചനം വന്നതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ ആ ചേട്ടനോട് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആ ചേട്ടനോടൊരു സോറി പറഞ്ഞിട്ട് പോരാനായിട്ട് തോന്നിയത്. ചേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം, അതൊന്നുമല്ല. നമ്മുടെ ഭാഗത്ത് നമ്മൾ ആ ഒരു തിരിച്ചറിയുക. നമ്മൾ ദേഷ്യം എന്നത് നമുക്ക് ഇമോഷൻസ് നമ്മൾ മറച്ചു വെക്കണം എന്നല്ല, ഞാൻ ദേഷ്യപ്പെടണം, നമ്മൾ ദേഷ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ അത് ചെയ്യണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി ഈ ഒരു വചനം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ആരോടെങ്കിലും കലഹിക്കുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ, കലഹത്തിനൊക്കെ ശേഷം നമ്മളൊരു ദേഷ്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു വചനം ചിലപ്പോൾ നിങ്ങളെയും സ്വാധീനിക്കാൻ, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെ സ്പർശിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കൊളോസസ് 4:6, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള ഒരു വചനം. നമുക്ക് നമ്മുടെ സംസാരം കുറച്ച് കരുണയുള്ളതാവാനായിട്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഭക്തിയോടും എളിമയോടും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ മനുഷ്യരെയാണ് നമ്മൾ പിന്നെ പുറത്തിറങ്ങുമ്പോഴുള്ള മനുഷ്യരോടുള്ള ഇടപെടലുകളിൽ നമ്മൾ ആ ഒരു കരുണയും സ്നേഹവും ഒന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ. അപ്പോൾ ഇത് ഒരു പഴഞ്ചൊല്ലുണ്ട്, സംസാരം നല്ലതാണെങ്കിൽ മുളക് പോലും നന്നായിട്ട് വിൽക്കാം, അല്ല സംസാരം വളരെ മോശമാണെങ്കിൽ തേൻ പോലും വിൽക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ സംസാരത്തിലുള്ള തെറ്റുകൾ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. അപ്പോൾ ഈശോ ഇന്ന് പറഞ്ഞു തന്ന, എന്നെ തിരുത്തിയ ഒരു വചനം, അല്ലെങ്കിൽ എനിക്ക് ബോധ്യം തന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലും
സ്വാധീനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ദൈവത്തിന് എല്ലാ മഹത്വവും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.